Hello friends, welcome to Naughty It's me, Ansha. ഇന്നൊരു വർക്ക് ഡേ വ്ളോഗ് ആയാലോ. എനിക്ക് ചെയ്യാനുള്ള കുറച്ചധികം വർക്ക്സ് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. വർക്ക്സ് മാത്രമല്ല, എനിക്ക് നൈറ്റ് പിന്നെ വർക്കിൻ്റെ റിലേറ്റഡ് ആയിട്ട് ഷോപ്പിങ്ങിനും പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഈദൊക്കെ അല്ല വരുന്നത്. അപ്പോൾ നമ്മൾ ഓർഡർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈദ് ഓർഡേഴ്സ് ജൂൺ 4 വരെ ആവുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ ഈദ് ഹോളിഡേ സ്റ്റാർട്ട് ചെയ്യുമല്ലോ, പിന്നെ നമുക്ക് കൊണ്ടു കൊടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വന്നിട്ടുള്ള എല്ലാ ഷർട്ടും അതുപോലെ ഷൂസും കാര്യങ്ങളൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനടുത്ത് നമുക്ക് ഓരോന്നായിട്ട് ഓർഡേഴ്സ് ഉള്ളത് ചെയ്തെടുക്കാം. ഇന്ന് ചെയ്യാൻ പറ്റുന്ന അത്രയും നമുക്ക് ഇന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഓൾറെഡി ഞാൻ ഡയറിയിൽ എനിക്ക് വരുന്ന ഓർഡേഴ്സൊക്കെ ഒന്ന് സോർട്ട് ചെയ്തിട്ട് വെക്കും. പിന്നെ ഒരു റെഡിങ് എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞത് ഈ റെഡിനെ കൊണ്ട് മാർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് കാണുമ്പം എല്ലാം എളുപ്പമായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ആദ്യം തന്നെ ചെയ്യുന്നത് അബുദാബിയിലേക്ക് കൊടുക്കാനുള്ള ഒരു ഷർട്ട് ബോക്സാണ്. 2 ടീഷർട്ടും പിന്നെ ഇതിനകത്ത് ഒരു കസ്റ്റമൈസ്ഡ് വാളറ്റാണ് വരുന്നത്. വാളറ്റൊക്കെ ഓൾറെഡി അന്നേ ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് പാക്കിങ് മാത്രമേ ഇപ്പോൾ വരുന്നുള്ളൂ. വാളറ്റ് ഇതുപോലുള്ള ഒരു കാർഡ്ബോർഡ് ബോക്സിലാണ് ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബോക്സ് ഇതാ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് കസ്റ്റമൈസ്ഡ് വാളറ്റ് വെച്ച് കൊടുക്കാം. വാളറ്റ് ചെയ്തിട്ടുള്ളതൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലാണ് കേട്ടോ. പിന്നെ വന്നിട്ട് ഒരു വലിയൊരു ബോക്സ് അൺബോക്സ് ചെയ്യാനുണ്ടായിരുന്നു. ഈ ഒരു ബോക്സ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനകത്ത് ഒത്തിരി സാധനങ്ങളുണ്ട്. ഇല്ല കേട്ടോ, ഒറ്റൊരു സാധനം മാത്രമേ ഉള്ളൂ. ഈ നെക്ക് പില്ലോ ഉണ്ടല്ലോ, ഇത് നമ്മൾ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് തന്നെ ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. ഇനി നമുക്കൊരു നട്ട് സ്റ്റാർ ചെയ്തെടുക്കണം. ഇതുപോലുള്ള ഈ ഒരു ടൈപ്പ് ബോക്സിലാണ് ഞാൻ നട്ട് സ്റ്റാർക്ക് അറേഞ്ച് ചെയ്യാറുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള മിക്സഡ് നട്ട്സ് തന്നെയാണ് കേട്ടോ വാങ്ങിക്കാറുള്ളത്. അപ്പോൾ നട്ട്സ് ഇതുപോലെ ഇങ്ങനെ ബോക്സിലാക്കി വെക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് കൊടുക്കാനുള്ള ബോക്സസ് നട്ട്സ് ജാറിൻ്റെ ജാർസാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി അടുത്തത് നമുക്ക് വേറെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ സെറ്റ് ചെയ്തെടുക്കണം. ആ ഒരു ഹാമ്പറിലുള്ളതാണ് ഈ ഒരു നട്ട്സ് ജാറും പിന്നെ ഒരു കസ്റ്റമൈസ്ഡ് വാളറ്റ് കേട്ടോ. അപ്പോൾ അതും വെച്ച് കൊടുത്തു. പിന്നെ ഒരു നോർമൽ പെർഫ്യൂമും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും കൂടി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ബോക്സും കൂടി നമ്മളിതാ മാറ്റി വെക്കുകയാണ്. ഇതൊക്കെ ഞാൻ പെട്ടെന്ന് ചെയ്തെടുക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരാഴ്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള വർക്ക്സ് ആയിരിക്കും ഇതൊക്കെ. അപ്പം ആ ഒരു ഡേ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ തലേന്നൊക്കെ ആയിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഫോട്ടോയും വീഡിയോയും മാത്രമേ എടുക്കേണ്ടുള്ളൂ. അറേഞ്ച്മെൻറ്റൊക്കെ ഞാൻ വീക്കെൻഡിൽ ചെയ്ത് വെക്കാനാണ് പതിവ്. അപ്പോൾ ഇതാ ഒരു ഷർട്ട് ബോക്സും കൂടി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതും സെയിം ഒരു ഷർട്ട് ബോക്സ് തന്നെയാണ്. ബോക്സിൽ പാക്ക് ചെയ്യുന്ന കസ്റ്റമർക്ക് ഞാൻ ഫ്ലാസ് കൂടി എക്സ്ട്രാ വെച്ച് കൊടുക്കാറുണ്ട്. അതിന് എക്സ്ട്രാ എമൗണ്ട് ഒന്നും ആഡ് ചെയ്യാറില്ല. അതെൻ്റെ ഒരു കോംപ്ലിമെൻ്ററി പോലെ അങ്ങനെ വെച്ച് കൊടുക്കുന്നതാണ്. പിന്നെ വന്നിട്ട് സിമ്പിൾ കാർഡിൽ ചില ആൾക്കാർ ഫോട്ടോ ആഡ് ചെയ്യാൻ ചോദിക്കും. അതും എക്സ്ട്രാ എമൗണ്ട് ഒന്നും വാങ്ങിക്കാറില്ല. ജസ്റ്റ് ഒരു കോംപ്ലിമെൻ്ററി പോലെ അതും വെച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ഇതാ ഉച്ചക്കത്തേക്ക് നല്ല ഒരു ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നമുക്കിനി ബാക്കിയുള്ള പരിപാടികൾക്ക് കടക്കാം. ബാക്കി ചെയ്ത വർക്കൊക്കെ ഞാനിതാ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൂം ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസും വാങ്ങിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള കേക്ക്സും കാര്യങ്ങളും വാങ്ങിക്കാനുണ്ട്. അപ്പോൾ നമ്മളിത് അവിടത്തേക്ക് പോവുകയാണ് കേട്ടോ. ക്രാഫ്റ്റിൻ്റെ ഷോപ്പിലെത്തിയ എന്താണെന്നറിയില്ല, ഞാനല്ലാതെ മാറും. അപ്പോൾ എനിക്ക് അവിടുന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കണ്ടതും കേട്ടതും ഒക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് കാറിൻ്റെ ബാക്കിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ സോറി കേട്ടോ, ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. എല്ലാം ഇതുപോലെ കവറിലാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു വടി പോലെ കാണുന്നത് ഫ്ലവറിൻ്റെ ബൊക്കെയാണ് കേട്ടോ. ബൊക്കെയല്ല, ഫ്ലവറിൻ്റെ ബഞ്ച്. പിന്നെ വന്നിട്ട് കേക്ക് വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ യൂഷ്വലി കേക്ക് വാങ്ങിക്കുന്നത് ലുലുവിൽ തന്നെയാണ്. എനിക്ക് അത്യാവശ്യം നല്ല കേക്കായിട്ട് തോന്നിയത് ലുലുവിലെ കേക്ക് തന്നെയാണ്. അപ്പോൾ കേക്ക് വാങ്ങിച്ചു. അതിൽ കസ്റ്റമർ പറഞ്ഞതുപോലെ പേരൊക്കെ എഴുതിയിട്ട് നമ്മളിതാ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവേഴ്സ് വാങ്ങിക്കാനുണ്ട്, കുറച്ച് ഫ്രഷ് ഫ്ലവേഴ്സ് വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതുകൂടി വാങ്ങിച്ചു. ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. വീട്ടിലേക്ക് പോകുമ്പോൾ ഈ ഒരു കോൺ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.